الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ അൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنتيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق. اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشوني اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فمن اضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഷിദ്ധമാക്കിയ മാംസ ഇനങ്ങളെ കുറിച്ചാണ് ഈ ആയത്തിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ശവം, ബന്ധം, ബ്ലഡ്, ദമുൽ മസ്ഫൂർ, ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒഴുകുന്ന രക്തം, ലഹമുൽ ഖിൻസീർ, പന്നിമാംസം, വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദം ഉച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെട്ടത്, والمنخنقة ശ്വാസം മുട്ടി ചത്തുപോയിട്ടുള്ളത്, അതേപോലെ തന്നെ അൽ മൗഖൂദ അടിച്ചു കൊന്നിട്ടുള്ളത്, അൽ മുതറദ്ദിയ വീണു ചത്തത്, അന്നതീഹ മൃഗങ്ങളുടെ ഒക്കെ കുത്തേറ്റു, വമാ അകല സുബു വന്യമൃഗം കടിച്ചു, അങ്ങനെ അവ തിന്നുപോയിട്ടുള്ളതിന്റെ ബാക്കി. ഇതൊക്കെ ഇല്ലാമാകെ, എന്നാൽ നിങ്ങൾ ജീവനോടെ അറുത്തത് ഇതിൽ നിന്നെല്ലാം തന്നെ ഒഴിവാകുന്നു. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് എന്നതിനാണ്. അതേപോലെ പത്താമത്തേത് പ്രതിഷ്ഠകളുടെ മുമ്പിൽ ബലിയറുക്കപ്പെട്ടിട്ടുള്ള മൃഗങ്ങളും ഇതിന്റെ മാംസം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പാടില്ല. നുസുബ് എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠ, ബലിക്കല്ലുകൾ നമുക്ക് പറയാം. കഅബയുടെ ചുറ്റും ഇങ്ങനെ ഓരോ ഇലാഹുകൾക്കും നേർച്ച നേർന്ന് അറുക്കാൻ വേണ്ടി പ്രത്യേക ബലിക്കല്ലുകൾ നിശ്ചയിച്ചു. ഭാഗത്തായിരിക്കും അറുക്കാനുള്ളത്. അപ്പൊ അങ്ങനെ പല കാലങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ നാടുകളിൽ അങ്ങനെ ബലിയറുക്കാനുള്ള ബലിക്കല്ലുകൾ. അതേപോലെ തന്നെ അമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഭാഗ്യം നോക്കി കണക്കാക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അസ്സലാം എന്നതിന്റെ ബഹുവചന രൂപമാണിത്. അസ്സലാം അത് മരത്തിന്റെ ഒരു കഷ്ണമാണ്.
അമ്പിന്റെ രൂപത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന മരത്തിന്റെ കഷ്ണത്തിനാണ് ജലം എന്ന് പറയുന്നത്. അതിൽ ഒന്നിൽ അമറനി റബ്ബി എന്നുണ്ടാകും, മറ്റൊന്നിൽ നഹാനി റബ്ബി എന്നുണ്ടാകും, മൂന്നാമത്തെ ഒന്നിലൊന്നും എഴുതാത്തതായിരുന്നു. ഒന്നാമത്തെ പോയില് എനിക്ക് എന്ന് ഇത് റബ്ബിനോട് കൽപ്പിച്ചതാണ്. ഒരാളൊരു കല്യാണത്തിന് തീരുമാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയാണ്, വേറെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുന്ന രീതി. അമറനി റബ്ബി എന്ന് വിട്ടാണെങ്കിൽ അത് അർത്ഥം, നഹാനി റബ്ബി എന്ന് വിട്ടാണെങ്കിലോ അത് ഒഴിവാണ്. ഒന്നും എഴുതാത്തത് കിട്ടുമെങ്കിലോ രണ്ടാലൊന്നും കിട്ടുന്നവരെ എടുത്തുകൊണ്ടേ ഇരിക്കും. ഈ ഒരു രീതിയാണ്. അതാണ് അൽ അസ്ലാം, അൽ ഇസ്തിഖ്സാം, അൻ തസ്തഖ്സിമു ബിൽ അസ്ലാം. ഇതൊക്കെ മറ്റൊരു രീതി ഇഫ്അൽ ലാ തഫ്അൽ, നീ ചെയ്തോ ചെയ്യരുത് എന്നുള്ള രീതി. ഇനി കൊമ്പ് വഴി ഇതേപോലെയുള്ള ആകൃതിയിലാകണമെന്നില്ല, അല്ലാതെയും മനുഷ്യന്മാർ ഇതേപോലെ നടക്കുന്നുണ്ട് അല്ലേ? നടക്കിട്ടിട്ട് ഇതേപോലുള്ള രീതികൾ സ്വീകരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ശുഭവും അശുഭവും ശകുനവും ഒക്കെ നോക്കുന്ന രീതി അതൊരിക്കലും നിങ്ങൾക്ക് പാടില്ല, ചേർന്നതല്ല എന്നതാണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ ഇന്നത്തെ ചില മുസ്ലിങ്ങളുടെ കാര്യം അതിശയകരമാണ്. അന്നഹും തറക്കുൽ ഇഹ്തിദാ ബിൽ ഖുർആനി വഹറമു അലാ അൻഫുസിഹിം വഖതഫു മിനൽ ഈമാനി വത്തഅദീമി ലഹു ബിൽ ഇസ്തിഖ്സാമി ബിഹി കമാ കാനത് അൽ ജാഹിലിയ്യ തസ്തഖ്സിമു ബിൽ അസ്ലാം. ജാഹിലിയ കാലത്തെ ആളുകൾ ഇങ്ങനെയുള്ള ഈ അമ്പുകൾ ഉപയോഗിച്ച് ഭാഗ്യം നോക്കിയിരുന്ന രീതി, അതിന്റെ ചില പുതിയ വെർഷനുകൾ ഇന്നും ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാകുന്നു. ഖുർആൻ കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല അവർ ഖുർആനിലൂടെ ശമനം ആഗ്രഹിച്ചുകൊണ്ട് അൽ ഇസ്തിശ്ഫാഉ ബിമിദാദിൻ തുക്തബു ബിഹി ആയാത്തുൻ ഫീ ഖാഇദിൻ ഔ ഫിൻജാനി, വിജ്ഞാനത്തിലോ അതുപോലെയുള്ള പാത്രങ്ങളിലോ മഷി ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിന്റെ ആയത്തുകൾ എഴുതി അതിലൂടെ ശമനം ആഗ്രഹിക്കുന്ന രീതിയിൽ കുല്ലു ഹാദാ മിനൽ ദലാലാത്തി വൽ ഖുറാഫാത്തി ലത്തി ലം യുരിദ് ശൈഉൻ മിൻഹാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം ഈ ഖുറാഫാത്തുകളിൽപ്പെട്ടതാണ്, വഴികളിൽപ്പെട്ടതാണ്. ലം യുരിദ് ശൈഉൻ മിൻഹാ അൻ റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ നിന്ന് ഇത്തരം കൃത്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. വലാ അനിസ് സലഫി സ്വാലിഹി, പൂർവികരായ മുൻഗാമികളിൽ നിന്നും ഇതേപോലെ രീതിയൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പോയി. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം ആചാര വൈകൃതങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത്? ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് സുന്നത്താണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നത്ത് നമ്മൾ എന്ത് ചെയ്യും? അവഗണിക്കും. സുന്നത്തില്ലാത്തടത്ത് എന്ത് കാര്യം വരും? വിദ്യാർത്ഥി കാര്യം. എന്താ നമ്മൾ സുന്നത്തായി സ്വീകരിക്കേണ്ടത്? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നത് നമുക്ക് ഒരു മനസ്സിന് ഉറപ്പ് കിട്ടിയിട്ടില്ല എങ്കിൽ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നബിവചനമുണ്ട്. കാന റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ, യുഅല്ലിമുനാ അൽ ഇസ്തിഖാറ, സ്വലാത്തുൽ ഇസ്തിഖാറ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. കമാ യുഅല്ലിമുനാ സൂറത്ത മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന പ്രാധാന്യത്തോടെ നബി പഠിപ്പിച്ചിരുന്നു. ഈ കാര്യം ഞങ്ങളെ പഠിപ്പിച്ചു. എന്താണ് ആ കാര്യം? അദ്ദേഹം പറയുന്നു, ഇദാ ഹമ്മ അഹദുകും ബിൽ അംർ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിർബന്ധ നമസ്കാരമല്ലാത്ത സുന്നത്തായ 2 റക്അത്ത് അയാൾ നമസ്കരിക്കട്ടെ. ഇതൊക്കെ സാധാരണഗതിയിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഗതിയാണ്. മനസ്സിനൊരു ഉറപ്പും അതേപോലെ തന്നെ എന്ത് ചെയ്യണം എന്നതിനുള്ള ഒരു നിശ്ചയദാർഢ്യവും കിട്ടാൻ
എന്താണ് വഴി എന്ന് റസൂൽ പഠിപ്പിച്ചിരുന്നു. സുമ്മൽ യഖുൽ, നിസ്കരിച്ചതിന് ശേഷം അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബി ഇൽമിക, അല്ലാഹുവേ നിന്റെ അറിവ് കൊണ്ട് ഞാൻ നിന്നോട് നന്മയെ തേടുന്നു. ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഖൈറായതിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബി ഇൽമിക, അല്ലാഹുവേ നിന്റെ അറിവ് കൊണ്ട് ഞാൻ ഏറ്റവും നന്മ നിറഞ്ഞതിനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഅസ്തഖ്ദിറുക ബി ഖുദ്റതിക, നിന്റെ ഖുദ്റത്ത് കൊണ്ട് നിന്റെ കഴിവിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു. വഅസ്അലുക മിൻ ഫദ്ലികൽ അദീം, നിന്റെ മഹത്തായ അനുഗ്രഹത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു. ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് റബ്ബേ, ഞാൻ അങ്ങനെ കഴിവില്ലാത്തവനാണ്. വതഅലമു വലാ അഅലം, നീ എല്ലാം അറിയുന്നവനാണ്, ഞാൻ അറിയാത്തവനാണ്. വഅൻത അല്ലാമുൽ ഗുയൂബ്, നീ അദൃശ്യജ്ഞാനങ്ങൾ പോലും അറിയുന്നവനാണ്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൽ ലീ ഫീ ദീനി വമആശി വആജിലി അംരി വആജിലി, അല്ലാഹുവേ നിനക്ക് അറിയുന്നുവെങ്കിൽ എന്റെ ഈ കാര്യം എനിക്ക് എന്റെ ദുനിയാവിലും അതേപോലെ തന്നെ എന്റെ ജീവിതത്തിലും എന്റെ പാരത്രിക ജീവിതത്തിലും ഈ ജീവിതത്തിലുമൊക്കെ ഗുണകരമാണ് എങ്കിൽ ഫഖ്ദുർഹു ലീ, അത് എനിക്ക് നീ വിധിച്ചു തരണമേ. വയസ്സിർഹു ലീ, ആ കാര്യം എനിക്ക് നീ എളുപ്പമാക്കി തരണമേ. സുമ്മ ബാരിക് ലീ ഫീഹി, ആ കാര്യത്തിൽ എനിക്ക് നീ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരണമേ. ഇതാണ് നമ്മൾ അല്ലാഹുവോട് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച്. ഈ സംഗതി ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി അറബിയിലെ ഈ ദുആ നമുക്ക് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിലും ഈ പറഞ്ഞ ആശയം ആരോട് നമ്മൾ പ്രാർത്ഥിക്കുക? അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട വേണ്ടത്. ഭാവി കാര്യങ്ങള്, നമ്മുടെ വരും വരായികകള്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയുന്നവൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹുവേ ഉള്ളൂ. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ എടുക്കുന്ന ഈ അമ്പോ അതേപോലെയുള്ള ഈ നടത്തുകളോ ഇതുപോലുള്ള കാര്യങ്ങളോ അല്ല അത് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ് വേണ്ടത്. വൈൻ കുന്ത തഅലമു, അല്ലാഹുവേ നിനക്ക് അറിയുന്നുവെങ്കിൽ അന്ന ഹാദൽ അംറ ശർറുൻ ലീ ഫീ ദീനി വമആശി, എന്റെ ദീനിലും അതേപോലെ തന്നെ എന്റെ ജീവിതത്തിലും വആജിലി അംരി വആജിലി, എന്റെ ഭൗതികവും ആത്മീയവുമായ ദുന്യവിയും ഉഖ്റവിയുമായ ജീവിതത്തിൽ അതെനിക്ക് തിന്മയാണ് എങ്കിൽ ഫസ്രിഫു അന്നി, ആ കാര്യം എന്നിൽ നിന്ന് നീ മാറ്റിത്തരണമേ. വസ്രിഫ്നി അൻഹു, അതിൽ നിന്ന് എന്നെയും നീ തിരിച്ചു കളയണമേ. എന്നിൽ നിന്ന് ആ കാര്യം തിരിച്ചു കളയണമേ, എന്നെയും ആ കാര്യത്തിൽ നിന്ന് നീ തിരിച്ചു കളയണമേ. വഖ്ദുർലി അൽ ഖൈർ, എനിക്ക് നന്മ നീ വിധിച്ചു തരണമേ. ഹൈസുകാൻ, എവിടെയാണെങ്കിലും. സുമ്മർനി ബിഹി, നീ എനിക്ക് തീരുമാനിച്ചു തരുന്ന ആ നന്മയിൽ എന്റെ മനസ്സിനെ നീ തൃപ്തിപ്പെടുത്തണേ റബ്ബേ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഞാൻ പ്രാർത്ഥിച്ചാൽ പഠിച്ചോ, നമുക്ക് ഏതാണോ നന്മ അത് നമ്മുടെ മനസ്സിൽ തോന്നിച്ചു തരും. ആ തോന്നിച്ചു തന്നാൽ ആ നന്മയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെയ്യണം. എന്താണോ ചെയ്യേണ്ടത് എന്നതിൽ നമുക്ക് മനസ്സിനൊരു ഇടയിളക്കം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ചാഞ്ചല്യം ഉണ്ടാവുകയാണെങ്കിൽ, മനസ്സിനൊരു സ്ഥിരത നമുക്ക് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് ആത്മാർത്ഥമായി നമ്മുടെ റബ്ബിനോട് നമ്മൾ ദുആയിരന്ന് അതിനുശേഷം നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുകയും ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതോടുകൂടി അള്ളാഹുവിന്റെ ഒരു എന്തായാലും അള്ളാഹുവിലേക്ക് അഭയം തേടി അവന്റെ നേരെ കൈ നീട്ടി അവനോട് പ്രാർത്ഥിച്ച് അവനോട് ആവശ്യങ്ങൾ ചോദിക്കുന്ന ഒരാളുടെ ആവശ്യങ്ങൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയില്ല. നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞു, നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ തഖ്വയുടെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്നത്. പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നവരാണ് എങ്കിൽ ശരിയും തെറ്റും ഏതാണ് എന്ന കാര്യം അല്ലാഹു നിങ്ങളിൽ
തോന്നിപ്പിച്ചത്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യവും അസത്യവും വിവേചിച്ചറിയാവുന്ന ഒരു മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുമെന്നാണ്. അത് വിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? തവക്കുലാക്കിയിട്ട് അത് ചെയ്യുകയും അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അല്ലാതെ നറുക്കെടുക്കലും ഈ ജാതി കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയല്ല വേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ എണ്ണി 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 ഇത്ര 10 കാര്യങ്ങൾ ആ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞു അല്ലേ? പിന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നത് പിന്നീട് ഇന്നും തുടരെയാണ് മനുഷ്യന്മാർ ആ കാര്യങ്ങൾ. അതെന്താണ്? ഫിസ്ക് എന്ന് പറഞ്ഞാൽ അധർമ്മമാണ്, ഫാസിക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന അധർമ്മകാരികൾക്കാണ് ഇത് പറയാം. ഇതൊക്കെ ഫിസ്കുൻ അധർമ്മമാണ്, ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോഴും ഉണ്ടാകുമ്പോൾ ഈ കോഴിക്കോട് ഇങ്ങനെ അങ്ങാടിയിലൂടെ നടന്നു പോകുകയാണെങ്കിൽ ഈ കൈരേഖാ ശാസ്ത്രം പറഞ്ഞിട്ട് ബോർഡ് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് തന്നെയല്ലേ സമയം തന്നെയാണ്. ഇത്ര മനുഷ്യന്മാരാണ്. കൈ നോക്കട്ടെ എന്ന് പറയും. കൈ നോക്കി പിന്നെ ഇങ്ങനെ കൈ നോക്കിട്ട് ഇങ്ങനെ പറയാൻ എന്താ പറയുന്നത്? ഭാവി പറയുന്നു. ഭാവി കാര്യങ്ങൾ അറിയുന്നവൻ ആരേ ഉള്ളൂ? അല്ലാഹുവേ ഉള്ളൂ. അപ്പൊ അയാളോട് പറയും നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് തീരുമാനിച്ചത്. അയാളെ ഭാവി എന്താണ്? അയാൾ ഇനിയും ഭാവിയിൽ നാളെ ഇവിടെ വന്നിട്ട് ഈ ബോർഡൊക്കെ സ്ഥാപിച്ച ആൾക്കാരെ കൈ നോക്കി നിൽക്കുകയാണെന്നാണ് അയാളുടെ ഭാവി. മറ്റുള്ളവരുടെ ഭാഗ്യങ്ങളും അതേപോലെ തന്നെ സൗഭാഗ്യങ്ങളും അയാൾക്ക് കിട്ടുന്ന വരുമാനങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ പണ്ട് കാലത്ത് ഇക്കാലത്തും ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഈ കുറത്തികൾ കുറത്തില്ലേ, അവര് തത്തനി കൊണ്ട് ഇങ്ങനെ ഇതിലൊക്കെ പറയുന്നു ചീട്ടെടുപ്പിക്കാറില്ലേ? അങ്ങനെ ആൾക്കാർ നോക്കുന്നുണ്ട്. ആ തത്ത ഏതെങ്കിലും ഒരു ചീട്ട് കൊടുത്താൽ പിന്നെ ഇങ്ങനെ പറയായി. അപ്പൊ ചിലതൊക്കെ മിക്കവാറും കുറച്ചൊക്കെ ആൾക്കാർക്ക് ഊക്കുന്ന രീതിയിൽ തന്നെയാണ് പറയാം. മനുഷ്യനൊരു ഐഡിയ ഉണ്ടാകും. ഇത്ര ദുർബലനായ മനസ്കരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിന്നാലെ എങ്ങനെ പോകും? അപ്പൊ അതിന്റെ പിന്നാലെ പോകുന്ന വിധത്തിലുള്ള ഈമാനല്ല നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഈമാനിന്റെ കരുത്ത് കൊണ്ടും ശക്തി കൊണ്ടും അതിനൊക്കെ നമുക്ക് നേരിടാനാകും. ഫിസ്ക് എന്ന് പറയാൻ എന്താ? ഫിസ്ക് എന്ന് പറഞ്ഞാൽ ഖുറൂജു മിൻ തഅത്തില്ലാഹ്, അല്ലാഹുവിന്റെ ത്വഅത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്തു പോകാൻ എന്നുള്ളതുകൊണ്ട് വറഗബത്തുൻ അൻ ശർഇഹി ഇലാ മഅസിയതിഹി, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ശർഇൽ നിന്ന് വിമുക്തരായി നിങ്ങൾ അല്ലാഹുവിനെ ധിക്കരിക്കാനുള്ള വഴിയിലേക്കാണ് അതുകൊണ്ട് പോകുന്നത്. അൽ യൗമ യഇസല്ലദീന കഫറൂ മിൻ ദീനികും, ഇന്ന് പറഞ്ഞാൽ ഈ ആയത്തിറങ്ങുന്ന ദിവസം ഏതാണ്? അറഫാ ദിനം അല്ലേ? അല്ലിയോ എന്ന് പറഞ്ഞാൽ അവിടെ അല്ലിയോ ഏതാണ്? യൗമു അറഫ എന്നാണ് ഈ ആയത്ത് പ്രവാചകൻ ഇറങ്ങിയത്. ഹജ്ജത്തുൽ വദാ മിന സനത്തിൽ ആശറ ലിൽ ഹിജ്റ വകാന യൗമുൽ ജുമുഅ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അറഫാ ദിനം വെള്ളിയാഴ്ചയായിരുന്നു. ഹിജ്റ 10ാം വർഷമായിരുന്നു അത്. അന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഇറങ്ങിയത്. വഹുവൽ യൗമുൽ ലദീ നുസിലത് ഫീഹി ഹാദിഹിൽ ആയ അൽ മുബയ്യിന. ഈ ആയത്ത് ആ ദിവസമാകുന്നു പ്രവാചകൻ ഓതിയിരുന്ന ആയത്ത്. അൽ യൗമ യഇസൽ ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾ അവർ നിരാശപ്പെട്ടിരിക്കുന്നു. യഇസ എന്ന് പറഞ്ഞാൽ നിരാശരായിരിക്കുന്നു. യഇസൽ ലദീന കഫറൂ എന്തിൽ നിന്ന്? മിൻ ദീനിക്കും, നിങ്ങളുടെ മതത്തെ നേരിടുന്ന കാര്യത്തിൽ, നിങ്ങളുടെ ഈ ദീനിനോട് കളിക്കുന്ന കാര്യത്തിൽ അവർ നിരാശരായിരിക്കുന്നു. വലാ തഖ്ശൗഹും, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അവരെയല്ല നിങ്ങൾ പേടിക്കണം. പിന്നെ ആരെ പേടിക്കേണ്ടത്? വഖ്ശൗനി, എന്നെ നിങ്ങൾ ഭയപ്പെടും. അപ്പോ വലാ തഖ്ശൗഹും വഖ്ശൗനി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗമാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. സത്യനിഷേധികൾ അതിൽ നിന്ന് നിരാശരായിട്ടുണ്ട്. അഹ്ലു മക്കക്കാരെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൻ തർജിഉ ഇലാ ദീനിഹിം,
ഇനി ഒരിക്കലും നിങ്ങൾ അവരുടെ ദീനിലേക്ക് അങ്ങോട്ട് പോകൂല. അതിൽ നിന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നിരാശരായിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജനങ്ങളെയല്ല നിങ്ങൾ പേടിക്കേണ്ടത്, അള്ളാഹുവിനെയാണ് നിങ്ങൾ പേടിക്കേണ്ടത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. നമ്മൾ റബ്ബിനെ റദീതു ബില്ലാഹി റബ്ബൻ, 3 റിള അവിടെ ആ ദുആയിൽ പറയുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ തൃപ്തിപ്പെടുന്നത്. റദീതു ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ റബ്ബായി നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി റസൂലായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. എല്ലാ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ചൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളിൽപ്പെട്ടതാണ് റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഇത് ശരിക്കും എന്താണ് ശരിക്കും ഈ പറയിപ്പിക്കുന്നത്? നമ്മളെ കൊണ്ട് എല്ലാ ദിവസവും ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇത് പറയിപ്പിക്കുന്നത്. മൻ റബ്ബുക എന്ന് ചോദിക്കപ്പെടേണ്ടവരാണ് നമ്മൾ, അല്ലേ? അങ്ങനെ ചോദ്യം വരൂലേ? മൻ റബ്ബുക വമാ ദീനുക. മൻ റബ്ബുക എന്ന് പറഞ്ഞാൽ റദീതു ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഖബറിൽ അവൻ നേരിടുന്ന ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവന് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉത്തരം അവന് തോന്നിപ്പിച്ചു കൊടുക്കും. നിന്റെ ദീൻ ഏതാണ് എന്ന ചോദ്യത്തിന് റദീതു ബിൽ ഇസ്ലാമി ദീന വബിൽ ഇസ്ലാമി ദീന റദീതു ബില്ലാഹി റബ്ബ വറദീതു ബിൽ ഇസ്ലാമി ദീന വറദീതു ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല. അതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചൊല്ലുക എന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ സംതൃപ്തിയായി ഈ ദീനിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞാലാണ് ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാൻ നമുക്ക് കഴിയുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. നബി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി റബ്ബിന്റെ നേരെ മനസ്സ് തിരിച്ച് അറഫയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും അങ്ങനെ ഈ ആയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയും ചെയ്യുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും ഐ ഹലാലക്കും വഹറാമക്കും. ഇനി നിങ്ങളുടെ ദീനിൽ എന്തൊക്കെ ഹലാലാണോ എന്തൊക്കെ ഹറാമാണോ അതെല്ലാം ഈ ആയത്തോടു കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? പൂർത്തിയാക്കി. ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം പിന്നെ എന്നത് ഹലാലാണ് എന്നത് ഹറാമാണ് എന്നൊരു ആയത്ത് വേറെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹലാല് ഹറാമുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പൂർത്തിയാക്കി. ദീൻ തന്നെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വഅത്മംതു അലൈക്കും നിഅമതി എന്നാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹമാകുന്ന ഈ ദീനിനെ ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തന്നു. ഇനി ഒരിക്കലും നിങ്ങളുടെ കൂടെ ഒരു മുശ്രിക്കും ഹജ്ജ് ചെയ്യുകയില്ല. ഇനി ഒരിക്കലും ഈ കഅബക്ക് ചുറ്റും നഗ്നനായി ഒരാൾ തവാഫ് ചെയ്യുകയില്ല. എന്റെ തൊട്ട് മുമ്പത്തെ വർഷത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റുള്ളവരൊക്കെ എല്ലാവരും കൂടി മിക്സഡ് ഹജ്ജാണ് അന്ന് ചെയ്തത്. ആദ്യം പറഞ്ഞയച്ചത് ഹജ്ജിന് വേണ്ടി. ഹജ്ജ് ചെയ്യുമ്പോൾ ആരും കൂടി ഉണ്ട്, മുസ്ലിക്കുകൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്. അതിൽ നഗ്നരായി തവാഫ് ചെയ്യുക എന്നുള്ളത് അവരുടെ രീതിയാണ്. ഒന്നും കൊടുക്കാതെ തവാഫ് ചെയ്യുക. കാരണം എന്താ? അവരുടെ ന്യായം പറയുന്നത് എന്താ? റമദാന്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായും വസ്ത്രങ്ങൾ ധരിക്കുമ്പോ ഞങ്ങളുടെ പുണ്യങ്ങൾ ഒന്നും ഒളിച്ചു വെക്കാനില്ല. അവ ഞങ്ങളുടെ പാപങ്ങൾക്ക് സാക്ഷിയായ വസ്ത്രവും ധരിച്ചുകൊണ്ട് ഒരിക്കലും ഏതായാലും അങ്ങോട്ട് പോകാൻ പാടില്ല
ഒന്നുകൂടി ഉഷാറായ നിൽക്കാണ് ഇത് കഴിച്ചിട്ട് വരും ആ രീതി. അപ്പോ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. ഈ ദീനിന് നിങ്ങൾ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 81 ദിവസം മാത്രമേ ഈ ദുനിയാവിൽ ഉണ്ടായിട്ടുള്ളൂ. എത്ര ദിവസം? 81 ദിവസം. എത്ര മാസമായി? 2 മാസം 21 ദിവസം. 3 മാസം പൂർത്തിയായി പ്രവാചക തിരുമേനി ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് ഇവിടുന്ന് റസൂലുള്ള യാത്രയാകുകയാണ് ഉണ്ടായിട്ടുള്ളത്. بعد نزول هذه الآية 81 يوم. ഇനിയും നോക്കൂ, ഈ നിയമങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ? 3-ാമത്തെ ആയത്ത് പൂർത്തിയാക്കണത് മുഴുവനായിട്ടില്ലല്ലോ. വലിയമാക്കും ദീനക്കും എന്നുള്ള ഈ ആയത്ത് 3-ാമത്തെ ആയത്തിന്റെ ഒരു പാർട്ട് മാത്രം, ആയത്തല്ല. വല്ലവനും നിർബന്ധിതനാവുകയാണ് എങ്കിൽ, എന്ന് പറഞ്ഞാൽ നിർബന്ധിതനാണ്. ഫീ മഖ്മസത്തിൻ, പട്ടിണി കാരണം. മഖ്മസ എന്ന് പറഞ്ഞാൽ പട്ടിണി, ജൂർ, മജാഅത്ത് എന്നൊക്കെ. പട്ടിണി കാരണം വല്ലവനും നിർബന്ധിതനാവുകയാണെങ്കിൽ, ഹമസ എന്ന പദത്തിൽ നിന്നാണ് ഖാമിസുൽ ബത്ൻ എന്ന് പറഞ്ഞാൽ വയറ്റിലൊന്നും ഇല്ലാത്തവൻ, അതിൽ നിന്നാണ് എന്ത് വരുന്നത്? മഖ്മസ. ഒന്നുമില്ലാതെ എത്ര പട്ടിണിയും വിശപ്പും ഉള്ള ഒരു സന്ദർഭത്തിൽ വല്ലവനും നിർബന്ധിതനാവുകയാണെങ്കിൽ അതും എങ്ങനെയാകണമെന്നോ? അവൻ ഒരിക്കലും എന്തെങ്കിലും ഒരു തെറ്റിലേക്കോ അധർമ്മത്തിലേക്കോ ചായ്വുള്ളവനാകാത്ത നിലയിൽ. മുത്തജാനിഫ്, തജാനഫ എന്ന് പറഞ്ഞ മാല, ഒരിക്കലും തെറ്റിലേക്ക് ചായാത്തവനായ നിലയിൽ നിർബന്ധിത സാഹചര്യത്തിൽ പട്ടിണി കിടക്കുന്ന സന്ദർഭം ആണ് എങ്കിൽ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ നിഷിദ്ധമായ ഭക്ഷ്യവസ്തുക്കളിൽ ഏതെങ്കിലും അല്പം നിങ്ങൾക്ക് കഴിക്കുന്നതിന് വിരോധമില്ല, നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി. സൂറ ബഖറയിൽ നമ്മൾ പഠിച്ചു ഈ സംഗതികൾ പറഞ്ഞപ്പോ, അവിടെ 2 കാര്യങ്ങൾ വേറെ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിക്കാത്തവനായ നിലയിലായിരിക്കും. നിയമലംഘനം ആഗ്രഹിക്കുന്നവനായ ആകാതെയാകണം. അതേപോലെ അതിര് വിടാത്ത നിലയിലുമാണ്. കിട്ടിപ്പോയതോ തിന്നു കളയാം എന്ന ഒരു മനസ്സില്ല. അപ്പോഴും എന്തായിരിക്കണം? അള്ളാന്റെ നിയമം ലംഘിക്കുക എന്നുള്ളൊരു മനസ്സു ഇരിക്കരുത്. നിർബന്ധിത സാഹചര്യത്തിലാണ് ഞാൻ ഇത് കടിക്കുന്നത് എന്ന മനസ്സാകണം. അങ്ങനെയുള്ള മനസ്ഥിതിയോടുകൂടി ഇത് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ്. അവൻ കരുണാമയനാകുന്നവനാണ്. ഈ ആയത്തിന്റെയും അവസാനം അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും അള്ളാഹു എത്രമേൽ നമ്മുടെ പാപങ്ങളൊക്കെ കൊടുക്കാൻ തയ്യാറാണ് എന്ന കാര്യവുമാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അള്ളാഹു ഗഫൂറാണ്. ഇതൊക്കെ ഖുർആനിൽ അള്ളാഹുവിന്റെ നാമങ്ങളായിരുന്നു. ഗാഫിർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പൊറുക്കുന്നവൻ, ഗഫാറോ അധികമായി പൊറുക്കുന്നവൻ, ഗഫൂറും അതെ. അപ്പൊ എത്ര പാപങ്ങൾ നിങ്ങൾ ചെയ്താലും നിങ്ങൾ ആ പാപങ്ങൾ അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് അനുദപിച്ച് മടങ്ങുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ്. അതുകൊണ്ടാണ്
നിന്റെ അടിമയോട് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. നബി ഇബാദി, എന്റെ അടിമകളോട് നീ വിവരം അറിയിക്കുക പ്രവാചകരെ, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ അവരുടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്നാൽ അതോടൊപ്പം തന്നെ എന്റെ ശിക്ഷയാണെങ്കിലോ അത് വേദനാജനകമായ ശിക്ഷയുമാകുന്നു. അടുത്ത ആയത് യസ്അലൂനക മാദാ ഉഹില്ല ലഹും ഖുൽ ഉഹില്ല ലകുമുത് ത്വയ്യിബാതു വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീൻ തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാഹ് فكلوا مما أمسكن عليكم واذكروا اسم الله عليه واتقوا الله إن الله سريع الحساب. ഇനിയും പ്രവാചകരെ അവർ താങ്കളോട് ചോദിക്കുന്നു, യസ്അലൂനക മാദാ ഉഹില്ല ലഹും, എന്തൊക്കെയാണ് അവർക്ക് അനുവദനീയമാക്കപ്പെട്ടിട്ടുള്ളത്, ഹലാലാക്കപ്പെട്ടിട്ടുള്ളത്? ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ഭക്ഷണ വിഭവങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെയാണ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത് എന്നാണ്. ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നുൽ മുൻദിർ വത്ബറാനി വൽബൈഹഖി അവരൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ റാഫിഇനോട് ലമ്മ അമറ അബൂ റാഫിഇൻ ബിഖത്ലിൽ കിലാബി ഫിൽ മദീന, മദീനയിലുള്ള നായ്ക്കളെ എല്ലാം കൊന്നുകളയാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അപ്പോൾ അവിടുത്തെ നായ്ക്കളെ കൊല്ലാൻ ഓർമ്മയുണ്ടോ? തെരുവ് നായ്ക്കളെ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നായി തീർന്നിട്ടുണ്ടാര് തെരുവ് നായ്ക്കളുടെ ശല്യം. ഇവിടെ ഒന്നും കൊല്ലാനില്ലാന്നാണ്, നിങ്ങളുടെ ഭാഗത്തൊക്കെ കുറച്ചധികം. അപ്പൊ റസൂൽ എന്ത് ചെയ്തു? തെരുവ് നായ്ക്കളൊക്കെ കൊല്ലാൻ വേണ്ടി മദീനയിലുള്ള കുറച്ച് ആൾക്കാർ നബിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഫഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ യഹില്ലു ലനാ മിൻ ഹാദിഹിൽ ഉമ്മത്തി അല്ലതി അമർത ബിഖത്ലിഹാ, നിങ്ങൾ കൊല്ലാൻ കൽപ്പിച്ച ഈ സമുദായം, ഏത് സമുദായം? നായ സമുദായം. എല്ലാ മൃഗങ്ങളും ഉമ്മത്താണ്. അപ്പൊ ഈ നായ സമുദായത്തിൽ, നായ സമുദായത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ കൊല്ലാൻ കൽപ്പിച്ച വഴി നിങ്ങൾക്ക് ഹലാലായത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. എല്ലാത്തിനും കൊല്ലണം, ഞങ്ങൾക്ക് അതിൽ ഞങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് അതിൽ ഉപയോഗപ്പെടുത്താനുള്ളത്. നായനെ കാണുമ്പോഴേക്ക് തിരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം സഹാബത്തിന് ഓതിക്കൊടുത്തു. ഇതേപോലെയുള്ള പല സംഭവങ്ങളും ധരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവ എന്താണ് അവർക്ക് അനുവദനീയമാക്കപ്പെട്ടത്? പുൽ, അവരോട് മറുപടി പറയുക, വിശിഷ്ടമായവയെല്ലാം നിങ്ങൾക്ക് അല്ലാഹു ഹലാലാക്കി. അപ്പൊ ഹലാല് ഹറാമുകൾ രണ്ട് നിബന്ധന, മൊത്തത്തിൽ പൊതുവായ നിബന്ധന. ഒന്ന് ത്വയ്യിബായിരിക്കണം, ഹലാലെന്നെ ത്വയ്യിബായിരിക്കണം, ഖബീസ് ആണ്. ഉഹില്ല ലഹുമുത് ത്വയ്യിബാത് വഹുരിമ അലൈഹിമുൽ ഖബായിസ് എന്ന് പറയും. വിശിഷ്ടമായവയെ, ഉത്തമമായവയൊക്കെ അല്ലാഹു അവർക്ക് ഹലാലാക്കിയിട്ടുണ്ട്. മ്ലേച്ഛമായതൊക്കെ അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ അത് തന്നെയാണ് ത്വയ്യിബാത്ത്. അതേപോലെ തന്നെ വമാ അല്ലംതും മിനൽ ജവാരിഹി, വമാ അല്ലംതും നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളവ, മിനൽ ജവാരി, ജവാരി എന്ന് പറഞ്ഞാല് ഈ വേട്ടമൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി പഠിപ്പിച്ചു
വിരോധിച്ചിട്ടുള്ളവയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുകല്ലബീന എന്നാണ്. കല്ലബ യുകല്ലിബു എന്ന് പറഞ്ഞാൽ നായാട്ട് പരിശീലിപ്പിക്കുക. കൽബ് അതിൽ വരുന്നുണ്ട്, കല്ലബയിൽ എന്ത് വരുന്നുണ്ട്? നായാട്ടിന് വേണ്ടി പരിശീലിപ്പിക്കപ്പെട്ട പ്രത്യേക നായകൾക്കാണ് അത് പറയുന്നത്. ജാരിഹ് എന്നതിന്റെ ബഹുവചനമാണത് ജവാരിഹ്. ജവാരിഹ് എന്ന് പറഞ്ഞാൽ വേട്ട ജന്തു എന്ന് പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇൽമ്, അറിവ് അല്ലെങ്കിൽ വിദ്യ, അത് ഉപയോഗിച്ചുകൊണ്ട് നായാട്ട് പരിശീലിപ്പിക്കാറുള്ള രീതിയിൽ നിങ്ങൾ പഠിപ്പിച്ചെടുത്തിട്ടുള്ള ഏതെങ്കിലും വേട്ടമൃഗം നിങ്ങൾക്ക് വേണ്ടി പിടിച്ചു കൊണ്ടുവന്നത് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഭക്ഷിക്കാം. അത് നിങ്ങൾക്ക് അനുവദനീയമാകുന്നു. തുഅല്ലിമൂനഹുന്ന, ആ വേട്ട ജന്തുക്കളെ നിങ്ങൾ പരിശീലിപ്പിക്കുന്നുണ്ട്. ബിമാ അല്ലമക്കുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അറിവ് അനുസരിച്ച് നിങ്ങൾ പരിശീലിപ്പിച്ചെടുത്തിട്ടുള്ള ഏതെങ്കിലും ജന്തുക്കൾ നിങ്ങൾക്ക് പിടിച്ചു കൊണ്ടുവരുന്ന വേട്ടമൃഗങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഉഹില്ല ലക്കുമുത് ത്വയ്യിബാത്ത് വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമക്കുമുല്ലാഹ്. അപ്പൊ ഈ വേട്ട ജന്തുക്കൾ നിങ്ങൾക്ക് പിടിച്ചു കൊണ്ടുവന്നാൽ അതിനും ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഈ വേട്ട ജന്തുക്കളെ നിങ്ങൾ അയക്കുകയാണ് എങ്കിൽ അതിന് ബിസ്മി ചൊല്ലി അയക്കേണ്ടത്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അകിലി കുല്ലി ദീ നാബിൻ. നമുക്ക് നിഷിദ്ധമാക്കിയത് എന്തൊക്കെയാണെന്നോ? തേറ്റയുള്ള മൃഗങ്ങൾ, മിനസ്സിബാൾ, വന്യമൃഗങ്ങളിൽ നിന്നും തേറ്റയുള്ളവയെ റസൂല് തിന്നുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. വകുല്ലി ദീ മിഖ്ലബിൻ മിനത് ത്വയ്ർ, പക്ഷികളിൽ നിന്ന് കൂർത്ത നഖമുള്ള പക്ഷികളെയും നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വകുല്ലി ദീ നാബിൻ മിനസ്സിബാഇ ഫഅക്ലുഹു ഹറാം, അതിന് തിന്നുന്നത് നിഷിദ്ധമാകുന്നു എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഫകുലു, ഇനി നിങ്ങൾ തിന്നുകൊള്ളുക, മിമ്മ അംസക്ന അലൈക്കും, നിങ്ങൾക്ക് വേണ്ടി ഈ വേട്ട ജന്തുക്കൾ പിടിച്ചു വച്ചതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തിന്നാം. അതിനെ നിങ്ങൾക്ക് തിന്നുന്നതിന് വിരോധമില്ല. പക്ഷെ എന്ത് വേണം? നിങ്ങൾ അതിന്റെ മേൽ നിങ്ങൾ അള്ളാഹുവിന്റെ, അപ്പൊ ആ ഒരുവിന്റെ മേൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യണം. അത് നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ. ഇനി വേട്ടമൃഗങ്ങളെ നിങ്ങൾ പറഞ്ഞേക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബിസ്മി ചൊല്ലിയാണ് വിടേണ്ടത്. അത് അവകൾ പിടിച്ച് ഈ ഉരുവിനെ പിടിച്ച് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നു. അവരതിൽ നിന്നും ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവയെ ഭക്ഷിക്കാം. ഒരു മുയലിനെ പിടിക്കാൻ വേണ്ടി ഒരു നായനെ നിങ്ങൾ ബിസ്മി ചൊല്ലി വിട്ടുവെന്ന് വിചാരിക്കുക. അപ്പൊ ആ മുയലിനെ നായ പിടിച്ചു, ഒരു കടി സാമ്പിൾ നോക്കിയിട്ടാണ് പിന്നെ കൊണ്ടുവരുന്നതെങ്കിൽ എന്ത് ചെയ്യൂല? നിങ്ങൾക്ക് അനുവദനീയം. അല്ലാത്ത നിലയിൽ ഒരു നായ ഏതെങ്കിലും ഇതേപോലെയുള്ള ഒരു വേട്ടമൃഗത്തെ പിടിച്ചു കൊണ്ടുവരികയാണ് എങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. ഈ പഠിപ്പിച്ചിട്ടുള്ള നായകളെ നിങ്ങൾ വിടുന്ന സന്ദർഭത്തിൽ തന്നെ ബിസ്മി ചൊല്ലിയിട്ടായിരിക്കണം അതിനെ വിടുന്നത്. ഇതാ അർസൽത കൽബക, നീ നിന്റെ നായയെ പറഞ്ഞയച്ചാൽ, നീ അതിന്റെ പേരിൽ ബിസ്മി ചൊല്ലുകയാണെങ്കിൽ, ആ നായ അതിനെ പിടിച്ചു, എന്നിട്ട് അതിനെ കൊല്ലുകയും ചെയ്താൽ, ഫക്കുൽ, നീ അതിൽ നിന്ന് നിനക്കതിൽ നിന്ന് ഭക്ഷിക്കാം. ഇങ്ങനെ ബിസ്മി ചൊല്ലണം എന്നുള്ളത് ഹനഫി മദ്ഹബിൽ നിർബന്ധമാണ്, ശാഫി മദ്ഹബിൽ സുന്നത്തേ ഉള്ളൂ.
തസ്മിയത്തു വാജിബത്തുൻ ഇൻദ അബീ ഹനീഫ വമുസ്തഹബ്ബത്തുൻ ഇൻദ ശാഫിഈ. ഈ നായയെ വിടുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മില്ല ചൊല്ലണം. അത് അമ്പെയ്യുകയാണെങ്കിൽ അതിന്, അതല്ലാത്തപ്പോൾ പിന്നെ നമ്മൾ മറ്റ് ഗൺ പോലുള്ള സംഗതികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും വേട്ടയാടുമ്പോൾ എന്ത് ചെയ്യാം? ബിസ്മില്ല എന്ന് പറഞ്ഞായിരിക്കണം ഷൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവ നിങ്ങൾക്ക് അനുവദനീയമാകുന്നു. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗത്തിൽ കണക്ക് നോക്കി തീർക്കുന്ന ആളാണ്. നമുക്കെല്ലാം കണക്ക് നോക്കാൻ കുറച്ചധികം സമയം എടുക്കുള്ളൂ. പക്ഷെ മനുഷ്യന്മാരായ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ നന്മതിന്മകൾ ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് കണക്ക് നോക്കിയിട്ട് തീരുമാനം എടുക്കുന്നവരാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. സരീഉൽ ഹിസാബ്. അല്ലാഹു നമ്മുടെ വിചാരണയൊക്കെ എളുപ്പമാക്കി തരാൻ വേണ്ടിയാണ് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുമ്മ യസ്സിർ അലൈനാ ഹിസാബന, അല്ലാഹുവേ ഞങ്ങളുടെ വിചാരണ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ. നോക്കൂ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമുക്ക് മനുഷ്യ ജീവിതത്തിന്റെ എന്ന് പറഞ്ഞാൽ നാടികളിൽ നാഗരിക ജീവിതം നയിക്കുന്ന ആളുകൾക്കൊന്നും ഈ സംഗതി വലിയ പ്രശ്നം ഉണ്ടാവും അല്ലെ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും വേട്ടയാടാൻ പോയിരുന്നു ഒക്കെ പറയുന്നു. കാരണം ഇവിടെ ഈ നിയമം, നമ്മുടെ നാട്ടിന്റെ നിയമപ്രകാരം അതെന്താണ്? മംനൂ, വേട്ടയാടാൻ പാടില്ല. എന്നാൽ വേട്ടയാടാൻ അനുവദിച്ച സംഗതികളുണ്ട്. അതിന് വേട്ടയാടുന്നതിന് എന്തില്ല? വിരോധം അല്ലെ? വേറെ ചില രാജ്യങ്ങളിലിപ്പോ മറ്റു രാജ്യങ്ങളിലൊക്കെ അനുവദനീയമായ സംഗതിയാണ്. അവർക്ക് എന്ത് ചെയ്യാം? പിന്നെ ഈ പബ്ലിക് കാടുകളിലൂടെയൊക്കെ വേട്ടയാടലും അങ്ങനെ ജീവിക്കലും അങ്ങനെ ഭക്ഷിക്കലൊക്കെ അനുവദനീയമായ എത്രയോ നാടുകളുണ്ടാവും. ഓരോ നാട്ടിന്റെയും നിയമങ്ങൾ ഈ കാര്യത്തിൽ നമ്മൾ പാലിക്കണം. മത നിയമങ്ങൾ മാത്രമല്ല, അവിടെ ഞങ്ങൾക്ക് ഹലാലാക്കിയിരുന്നത് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ 4-ാമത്തെ ആയത്ത് ഓതിയിട്ട് ആഴത്തിൽ പോകണം. അതാണ് ആ സന്ദർഭത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചത്. അൽ-യൗമ ഉഹില്ല ലകുമുത് ത്വയ്യിബാത്. കഴിഞ്ഞ ആയത്ത് കഴിഞ്ഞല്ലേ? അതൊന്ന് നോക്കൂ. യസ്അലൂനക മാദാ ഉഹില്ല ലഹും ഖുൽ ഉഹില്ല ലകുമുത് ത്വയ്യിബാത് വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാഹ്. വേട്ടജന്തുക്കളെ വേട്ടയാടാൻ വേണ്ടി പ്രത്യേകമായി നായാട്ട് പരിശീലിപ്പിച്ചിട്ടുള്ള മൃഗങ്ങളെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. അപ്പോ നബിന്റെ ആ ഓർഡർ ഉണ്ടല്ലോ, മദീനയിലെ നായ്ക്കളൊക്കെ കൊല്ലണമെന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഏതൊഴിവായി? ഇത്തരം നിങ്ങൾ വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നായ്ക്കളെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല? കൊല്ലേണ്ടതില്ല എന്നൊരു കാര്യം കൂടി പഠിപ്പിക്കാനാണ് ഈ ആയത്ത് വിശദീകരിച്ചത്. അതേപോലെ തന്നെ റസൂല് പറഞ്ഞു, കൃഷി ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ വളർത്തുന്ന നായ്ക്കൾ നിങ്ങൾക്ക് അനുവദനീയമാണ്. കാവലിന് വേണ്ടി നിങ്ങൾ വളർത്തുന്ന നായ്ക്കൾ അനുവദനീയമാണ്. എന്നാൽ വേറെ എന്തെങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ശീലമുണ്ട്. പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ പകർത്തിയെടുക്കുന്ന പല സംസ്കാരങ്ങൾ പെട്ടതാണ് എന്ത്? വീട്ടിനുള്ളിലൊക്കെ നായ വളർത്തുന്നവരില്ലേ? കുട്ടികൾക്ക് പകരം പട്ടികളെ വളർത്തുന്ന ശീലം. കുട്ടികളില്ലാത്തവരും വളർത്തുന്നുണ്ട്, കുട്ടികളില്ലാവരും കുട്ടികൾക്ക് പുറമെ പട്ടികളെയും കൂടി ആ പട്ടികളെ വീട്ടിന്റെ ഉള്ളിലും അതേപോലെ തന്നെ കട്ടിലും തോളത്ത് വെച്ചും അതിന് ചങ്ങലക്കിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടുപോകും. പ്രഭാത സവാരിക്ക് ഒറ്റയ്ക്കല്ല, പിന്നെ ഉണ്ടാവും പട്ടിയും കൂടെ ഉണ്ടാവും. അതിനെ കുളിപ്പിച്ചു കൊടുക്കുക, അതന്നെ ഒരു പണിയായിട്ട്. ഇവിടെയൊക്കെ അങ്ങനെയുള്ള ജീവികളെ പിന്നെ വിൽക്കുന്ന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലേ? അതൊക്കെ അനുവദനീയമായ സംഗതിയാണ്. നായകളുടെ കാര്യത്തിൽ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ പല സംസ്കാരങ്ങളും നമ്മളറിയാതെ നമ്മുടെ പിന്നെ ജീവിത രീതിയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അയലോക്കത്ത് നല്ല പട്ടിനെ വാങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നും ആയാലോ കുട്ടികളൊക്കെ ആകുമ്പോഴേ അങ്ങനെയൊക്കെ പാപ്പാന്റെ ഉമ്മാന്റെ പിന്നാലെ കൂടുമ്പോ സംഗതികളും കാര്യങ്ങളൊക്കെ ഓർത്ത് കൊണ്ടുപോകണം. അവിടെ ഒരു സ്റ്റാർ തൂക്കിയാൽ നമുക്കൊരു സ്റ്റാർ തൂക്കണം.
അവിടെ ഒരു കുടിലുണ്ടാക്കുമ്പോൾ നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് ഒരു കുടിലുണ്ടാക്കണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ഏതൊരു ജനവിഭാഗത്തിന്റെ ശൈലികളും രീതികളും നിങ്ങൾ അതിനോട് സദൃശരാകാൻ ശ്രമിക്കുന്നുവോ അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ അവരിൽപ്പെട്ടവരാണ്. അപ്പൊ നമുക്കൊരു സംസ്കാരമുണ്ട്, നമ്മൾക്കൊരു രീതിയുണ്ട്, നമുക്കൊരു ജീവിത നിലപാടുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് കാണിച്ചു തന്ന അവിടുത്തെ മാതൃകയാണ്. വേറെല്ലാവരൊക്കെ എങ്ങനെയാണോ അങ്ങനെ ആകരുത് നമ്മൾ. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ഒപ്പം കൂടുന്നവരാകരുത്, ഒപ്പം കൂടികളാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എല്ലാ പുതിയ കാര്യങ്ങളും ഏത് സമുദായത്തിലാണ് ഉണ്ടാകുന്നത്? ഏത് സമുദായത്തിലാണ്? പുതിയ പുതിയ കാര്യങ്ങൾ ഏത് സമുദായത്തിലാണ് ഉണ്ടാകുന്ന പരിശോധിച്ച് നോക്കൂ. ഏത് സമുദായത്തിലാണ്? മുസ്ലിം. എന്നാൽ ഏറ്റവും കൂടുതൽ വളരെ ചെറുതും മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും നിയമങ്ങളും നിർദ്ദേശങ്ങളും കണിശമായ ജീവിത രീതികളും വിശദീകരിച്ചിരുന്ന ദീൻ ഏതാണത്? അവർക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള നിലപാടുകളൊന്നുമില്ല. എന്നാലും അവർക്കുള്ള നിലപാടിൽ അവരെന്ത് ചെയ്യും? ഉറച്ചു നിൽക്കുന്നവർ. നമ്മളെപ്പോഴും പിടുത്തം വിട്ടുപോകുന്ന ഒരവസ്ഥയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് പറഞ്ഞത്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മൾ ഒരു ജനവിഭാഗമാണ്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ബിൽ ഇസ്ലാം. ഈ ആയത്തിൽ നമ്മൾ പഠിച്ചില്ലേ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയിട്ടുള്ള ദീനാണ്. ആ ദീനിലാണ് നിങ്ങൾ അഭിമാനം കൊള്ളേണ്ടത്. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമഹ്മ ബിതഗൈനൽ ഇസ്സ ബിഗൈരി മാ അഅസ്സനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രതാപവാന്മാരാക്കിയ ഒരു ദീൻ ഒഴിവാക്കി മറ്റേതെങ്കിലും രീതി കൊണ്ട് നിങ്ങൾ ഇസ്സത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അദല്ലനല്ലാഹ്, അല്ലാഹു നമ്മളെ നിന്ദ്യരാക്കും. അതുകൊണ്ട് ഇസ്സത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടത്? ഇസ്ലാമിന്റെ വഴിയാണ്. മറ്റുള്ള വഴിയുടെ പിന്നാലെയല്ല നമ്മൾ പോകേണ്ടത്. അപ്പൊ ആ മൃഗങ്ങൾ പിടിച്ചുകൊണ്ട് വരുന്നത്, പിടിച്ചു വെക്കുന്നതിനെ നിങ്ങൾ ഭക്ഷിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. സോറി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നുള്ളൊരു സംഗതി ഇതിൽ നമ്മള് ഇനി മാംസം കഴിക്കുമ്പോൾ മാത്രമല്ല, ഇനി മാംസം കഴിക്കുമ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് മാംസം കഴിക്കുകയാണെങ്കിലും നമുക്ക് അറിയില്ലാതെങ്കിൽ എന്ത് ചെയ്യണം? മാംസമാണെങ്കിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ മാംസം കഴിക്കാൻ ശ്രദ്ധിക്കണം. പരമാവധി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഹിസാബ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാണ്. ഇനിയുള്ള ആയത്ത് കുറച്ച് വിശദമായിട്ട് നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. വേദക്കാരുടെ ഭക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വേദക്കാരുടെ ഭക്ഷണം മാത്രമല്ല, വേദക്കാരികളെ വിവാഹം കഴിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്ന കാര്യങ്ങളൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന ആയത്താണ്. അടുത്ത ആഴ്ച നമുക്ക് ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. ജൂത ക്രിസ്ത്യാനികളെ നമുക്ക് കല്യാണം കഴിക്കാൻ പാടുണ്ടോ അല്ലേ? മുസ്ലിങ്ങൾ തന്നെ പാടുണ്ടാകും, പിന്നെന്തിനാ ഞങ്ങൾ ഓരോ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ ഷർദാന്റെ ഒരു നിയമമുണ്ട്. ആ നിയമം എന്താണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അത് സന്ദർഭങ്ങളിലും അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ വരും. വേദക്കാരായ ആളുകളെ വിവാഹം കഴിക്കണം എന്ന ഇസ്ലാമിന്റെ അനുമതിയെ കുറിച്ചും അവരുടെ ഭക്ഷണം നമുക്ക് കഴിക്കാം എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ആയത്തുകളാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും കഴിവിന്റെ പരമാവധി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയും ഈ ജീവിതം കഴിച്ചു കൂട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റഹ്മാനേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോകുന്ന ധാരാളം തെറ്റുകൾ വന്നു പോകുന്നുണ്ട്.
റഹ്മാനെ നിന്റെ കരുണ കൊണ്ട് കൃപ കൊണ്ട് അതൊക്കെ ഞങ്ങൾക്ക് നീ പുറത്ത് മാമ്പാക്കി തരണമേ. നിങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ നൽകണമേ. നിങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ അവർക്ക് എല്ലാവിധ അനുഗ്രഹവും കാരുണ്യവും നീ ചൊരിഞ്ഞു കൊടുക്കണമെന്നാണ്. അവർക്ക് ശക്തിയും ശമനവും നൽകണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه